ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ഇത് 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം എൻ്റെ ഹെയറിൽ ചെയ്ത ട്രീറ്റ്മെൻറ്റും അതെങ്ങനെ പോക്കി എന്നുള്ളതും, ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയറൊക്കെ ഞാൻ മാറ്റി നോർമൽ ഹെയറിലേക്ക് എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളതും, അതിനുശേഷം അടുത്ത ഭാഗം ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഹെയറിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾസും ഞാൻ വേറെ പാർട്ട് 2 ആയിട്ട് വേറെ വീഡിയോയിൽ കാണിക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. എസ്പെഷ്യലി റീൽ വീഡിയോസ്, ഹെയർ കെയറും അല്ലെങ്കിൽ ഹെയർ സ്ട്രെയിറ്റനിങ് വീഡിയോസ് ഇടുന്ന സമയത്ത് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസിനുള്ള കുറച്ച് ആൻസേഴ്സും, പിന്നെ ഞാൻ എൻ്റെ ഹെയറിൽ ചെയ്ത ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം ഉണ്ടായ എൻ്റെ ഒരു ഹെയർ കെയർ വീഡിയോയിൽ ഞാൻ കാണിക്കാനും പറയാനും വേണ്ടിയിട്ട് പോണത് വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങൾ എന്താ അഭിപ്രായത്തിൽ, നല്ലതാവട്ടെ മോശമാവട്ടെ, ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെന്നാണെങ്കിൽ അതും കമൻസിൽ എന്താണെങ്കിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എനിക്ക് എപ്പോഴും വരില്ല, ഞാൻ ഹെയറിൽ ഇപ്പം ചെയ്ത ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതാണ്. ഞാനിപ്പോൾ ഹെയറിൽ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടില്ല. ഇതെൻ്റെ നാച്ചുറൽ അല്ലെങ്കിൽ ഒറിജിനൽ അല്ലെങ്കിൽ എന്ത് ഹെയർ എന്നാ പറയുക, ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ലാത്ത എൻ്റെ ഹെയർ ആണ് ഇപ്പം കാണുന്നത്. ഈവൻ ഒരു ബ്ലോ ഡ്രൈയോ സ്ട്രെയിറ്റ്നർ ഒന്നും യൂസ് ചെയ്യാണ്ട് ഞാൻ കുളിച്ച്, അതായത് എയർ ഡ്രൈ, അതായത് സാധാ പോലെ ഉണങ്ങി സാധാ പോലെയുള്ള എൻ്റെ ഹെയറാണ്. ഒരു പ്രൊഡക്ട്സോ ഒന്നും ഇല്ലാണ്ട്, അതായത് ഈവൻ സിറം പോലും ഇല്ലാണ്ടുള്ള ഒരു ഹെയറാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ട്രീറ്റഡ് ആണ് എന്നാണെങ്കിൽ നമുക്ക് ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഒക്കെ തോന്നും. ജസ്റ്റ് ഞാൻ കളറ് ചെയ്തതിൻ്റെ ഒരു ഡിഫറൻസ് ആണ് ഇവിടെ ഈ ബ്ലാക്കും ഈ ബ്രൗണും കാണുന്നത്. ആക്ച്വലി ഇത് കുറച്ചും കൂടി മുകളിലേക്കായിരുന്നു. ഹെയർ ലെങ്ത്ത് വെച്ചതിനനുസരിച്ചിട്ടാണ് ഇവിടെ ഈ ഒരു ചെറിയ ഡിഫറൻസ് കാണുന്നത്. പക്ഷേ ഇതെൻ്റെ നാച്ചുറൽ ഹെയർ ആണ്, ട്രീറ്റഡ് ഹെയർ അല്ല. ഇതിൻ്റെ ഒറിജിനൽ നോൺ ട്രീറ്റഡ് ഹെയർ ആണ് കാണുന്നത്. അപ്പം ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും, ഇതിന് മുന്നേ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ എന്നുള്ളത്. ഞാൻ മുന്നേ ആകെ എൻ്റെ ഹെയറിൽ ഒരു കളറല്ലാണ്ട് ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തത് ആകെ ഒന്ന് മാത്രമാണ്, ദാറ്റ് ഈസ് നാനോപ്ലാസ്റ്റിയ. ഇതിനെ പറ്റിയിട്ട് ഞാൻ എപ്പോഴും മുന്നേ ഒരു വ്ളോഗിലോ അല്ലെങ്കിൽ വീഡിയോയിലോ ഞാൻ ഓൾറെഡി ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നാനോപ്ലാസ്റ്റിയ ആണ് ഏറ്റവും കൂടുതൽ ടൈമിൽ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻറ്റ്. ഇത് വളരെ ഫ്രിസ്സിയായി അല്ലെങ്കിൽ വളരെ കേളി ആയിട്ടുള്ള ഹെയറിന് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ് സത്യത്തിൽ നാനോപ്ലാസ്റ്റിയ. അതിൽ കെമിക്കൽസ് ഇല്ല എന്നാണ് പറയുന്നതെങ്കിൽ പോലും ഏതൊരു ഹെയർ ട്രീറ്റഡ് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴും അതിന് കെമിക്കൽ ഉണ്ടാകും. അതുകൂടാതെ ഞാൻ ഇതിൻ്റെ ബെനിഫിറ്റ്സും അതുകൂടാണ്ട് അതുകൊണ്ടുണ്ടായ എനിക്കുണ്ടായ പ്രോബ്ലംസും ഓൾറെഡി ഇതിനെപ്പറ്റി പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ട് പറയാണ്, എനിക്ക് ഇങ്ങനത്തെ ഒരു നല്ലൊരു ടെക്സ്ചറുള്ള ഒരു വേവി ഹെയർ ആണ് എൻ്റെത്. അപ്പോൾ എനിക്ക് സത്യത്തിൽ കുറച്ചൊരു ബൗൺസി അല്ലെങ്കിൽ കുറച്ച് വേവി അല്ലെങ്കിൽ കുറച്ചൊരു വോള്യൂം തോന്നുന്ന ഹെയർ ആണ് എൻ്റെ ഫേസിന് സൂട്ടാവുക. കാരണം എൻ്റെ ഫേസ് ചെറുതായതിനെ കൊണ്ട് തന്നെ എനിക്കതാണ് സൂട്ടാവുക. പക്ഷെ ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തപ്പം ഹെയർ ഭയങ്കര സ്ട്രെയിറ്റ് ആയിപ്പോയി. പക്ക ഇങ്ങനെ എന്താ പറയുക, ഒട്ടി നിൽക്കില്ലേ, അങ്ങനത്തെ ഹെയർ പ്രിഫർ ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും. പക്ഷെ എനിക്ക് ഒട്ടും മാച്ച് ആവുന്നില്ലായിരുന്നു. പിന്നെ ഞാൻ കണ്ടൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എങ്ങനെ സ്റ്റൈൽ ചെയ്താലും ഒരു ലൈഫ് ഇല്ലാത്ത പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഇങ്ങനെ അങ്ങോട്ട് എന്താ പറയുക, ഇതിന് പറയാം, നമ്മൾ ചൂല് പോലെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയത്തില്ലേ, അങ്ങനെയൊക്കെ ആയിരുന്നു ഇനീഷ്യലി ഉണ്ടായത്. അത് ആ ഒരു സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്നത് എനിക്ക് വേണ്ടാന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇത്ര ഹെയർ വാഷ് വരെ ലാസ്റ്റ് ചെയ്യുള്ളൂ, നിങ്ങൾ ഏതെങ്കിലും ഒരു സൾഫേറ്റ് അടങ്ങിയിട്ടുള്ള ഷാമ്പു യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു ട്രീറ്റഡ് ലുക്ക് മാറി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഡെയിലി 2 പ്രാവശ്യമൊക്കെ ഷാമ്പു ചെയ്യുമായിരുന്നു ആ ഒരു ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ പോകാൻ വേണ്ടി, വിച്ച് ഈസ് വെരി റോങ്. നമ്മളെ ഹെയറിനെ അത്രയും ഡാമേജ് ആക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, അത് പോകാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ ഈ നാനോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് അവർ ആ കെമിക്കൽ മറ്റേ പ്രൊഡക്ട്സ് ഒക്കെ ചെയ്തതിന് ശേഷം സ്ട്രെയിറ്റ്നർ വെച്ച് സ്ട്രെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കും. അത് എത്രയോ ഒരു സ്ട്രാൻഡിൽ എനിക്ക് തോന്നുന്നു 20 to 30 ടൈംസ് ആണ് ഇവർ സ്ട്രെയിറ്റനിങ് ചെയ്യുന്നത്.
അത് ഭയങ്കര കേട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഭയങ്കര സ്ലീക്ക് സ്ട്രെയിറ്റ് വന്നത്. എനിക്ക് പേഴ്സണലി എൻ്റെ ഫേസിന് ഒട്ടും സൂട്ട് ചെയ്യാത്തതിനെ കൊണ്ടാണ് ഞാനിത് എനിക്ക് മാച്ച് അല്ല എന്ന് പറയാനുണ്ടായ ഫസ്റ്റത്തെ കാരണം. രണ്ടാമത് ഞാൻ കണ്ടതോ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഈ സ്കാൽപ്പ് ഭയങ്കര ഓയിലി ആക്കുക. അപ്പോൾ ഓൾറെഡി ഇതിങ്ങനെ ഫ്ലാറ്റ് ആയിട്ടാണ് ഉള്ളത്, ഒട്ടും ബൗൺസി അല്ലാണ്ടാണ് ആ സമയത്ത് എൻ്റെ ഹെയർ ഉണ്ടായത്. ഈ ഫ്ലാറ്റ് ആയതിൽ ഒരു ദിവസം നമ്മൾ ഹെയർ വാഷ് ചെയ്യാണ്ടിരുന്ന നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ഇത് ഭയങ്കര ഓയിലി ആയിട്ട് ഭയങ്കര ഇങ്ങനെ കിടക്കും നമ്മളെ ഫേസ്. എനിക്ക് ഫേസ് ഫ്രെയിമിങ് അല്ലെങ്കിൽ ഫേസിനെ ലിഫ്റ്റ് ചെയ്യുന്ന ബൗൺസി ആയിട്ട് ഈ ഒരു ഭാഗം നിൽക്കണം, ഈ ഒരു ക്രൗൺ ഏരിയ. അതാണ് എൻ്റെ ഫേസിന് സൂട്ടാവുന്നത്. പക്ഷെ ഇത് ഭയങ്കര ഫ്ലാറ്റ് ആയിട്ടായിരുന്നു ഉണ്ടായത്. അതും എനിക്ക് ഭയങ്കര ഒരു ഡിസഡ്വാൻറ്റേജും അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര മോശമായിട്ടൊരു ഫീലിംഗ് ഈ ട്രീറ്റഡ് ഹെയർ അല്ലെങ്കിൽ ഈ ഒരു നാനോപ്ലാസ്റ്റ് ചെയ്തിട്ട് എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫേസ് ഇങ്ങനെ ഭയങ്കരമായിട്ട് സ്ലിം ആയ പോലെ, ഫേസ് മൊത്തത്തിൽ ചേഞ്ച് ആയ പോലെയായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. വേറെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ നോർമൽ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തു, നമ്മൾ സ്ട്രെയിറ്റനിങ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് എന്താണെങ്കിലും എൻ്റെ ഹെയർ ഗ്രോത്ത് ഭയങ്കര ഫാസ്റ്റ് ഹെയർ ഗ്രോത്ത്, എനിക്ക് പെട്ടെന്ന് മുടി നീളും തിക്കാവും എന്നല്ല പറയണത്, നീളും. ഒരു ഗ്രോത്ത് വരുന്ന സമയത്ത് നമുക്ക് നന്നായിട്ട് വിസിബിളി നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാകും. ഇവിടെ ഇങ്ങനെ പക്ക പോക്കി സ്ട്രെയിറ്റ് ആയിട്ടും ഇവിടെ നമുക്ക് കുറച്ചൊരു വേവി ആയിട്ടുള്ളത്, നമ്മൾ നാച്ചുറൽ ഹെയറും ട്രീറ്റഡ് ഹെയറും ഡിഫറൻസ് ഹെയർ ഗ്രോത്ത് വരുന്നതിനനുസരിച്ചിട്ട് വിസിബിളി മനസ്സിലാകും. അത് ഭയങ്കര ബോറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായത്. പക്ഷേ വേറൊരു കാര്യം തോന്നുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് കഴിയുന്നതിനനുസരിച്ചിട്ട് എസ്പെഷ്യലി ഈ അടിയത്തെ ഭാഗം, ഈ ഭാഗത്തുള്ള ഹെയർ കേളാവാൻ, നമ്മളെ നോർമൽ ഹെയറിലുള്ള ഈ ഭാഗം കുറച്ച് കേളായിട്ട് ഇവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ അടിഭാഗം ഇങ്ങനെ ചുരുണ്ട് വരുമ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് ബൗൺസി ആയിട്ട് തോന്നും, അതായത് കുറച്ച് തിക്കുള്ള പോലെ. എന്നാൽ അടിയിലുള്ള കേൾസ് അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ഹെയർ കാണുമ്പോൾ ഭയങ്കര ഡിഫറൻസ് മനസ്സിലാകും. ഇങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ചെയ്ത കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഹെയർ കട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ലോങ് ഹെയർ, ഞാൻ ജസ്റ്റ് ഒന്ന് ഹെയർ കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ പോയിട്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്, വിച്ച് ഇസ് വെരി റോങ്. നമ്മൾ ഹെയർ കളറിങ് ചെയ്ത് അപ്പം തന്നെ ഇങ്ങനെ ഇത് ചെയ്യാൻ പാടില്ല തോന്നുന്നു. മുടീനെ ഭയങ്കര ഡാമേജ് ആവല്ലേ ചെയ്യുന്ന ഈ കെമിക്കൽസ് വെച്ചിട്ട്. പക്ഷെ ഞാൻ അങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായത്. അങ്ങനെ ചെയ്ത് ഹെയർ കുറച്ചിങ്ങനെ ഗ്രോത്ത് വരുന്ന സമയം, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായി ഇത് എനിക്ക് സൂട്ട് ആവുന്നില്ല അല്ലെങ്കിൽ എവിടേക്കോ റോങ് ആയിട്ടാണ് പോണത് എന്ന് എനിക്ക് മനസ്സിലായ സമയത്താണ് ഞാൻ ഒരു ഡിസിഷൻ എടുത്തത്, എനിക്ക് ഹെയർ കട്ട് ചെയ്യണം എന്നുള്ളത്. അത് ഞാൻ വളരെ ഷോർട്ടാക്കിയിട്ട്, എൻ്റെ ഫസ്റ്റത്തെ ഹെയർ ഷോർട്ടാക്കി ഇത്ര വെച്ച് വെട്ടിയത് എൻ്റെ ബർത്ത്ഡേൻ്റെ സമയത്ത് ജാനുവരി 1 ഡിസംബർ 31 ചെയ്തത്. അത് ചെയ്തപ്പം തന്നെ ഇത്രയും ഭാഗത്തുള്ള ഈ കോല് പോലെയുള്ള മുടി അങ്ങനെ കട്ട് ചെയ്ത് പോയതിന് ശേഷം പിന്നെ എനിക്ക് ഗ്രോത്ത്, അതായത് ഹെയർ ഗ്രോത്ത് വരുന്ന സമയത്ത് വിസിബിളായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു അടിയിൽ നല്ല കേൾസ് അല്ലെങ്കിൽ എൻ്റെ നോർമൽ ഹെയർ വരുന്ന ഈ മുകളിലത്തെ ഭാഗത്താണെങ്കിൽ ഈ സ്കാൽപ്പിൻ്റെ ഭാഗത്ത് നോർമൽ എൻ്റെ ഹെയർ വരുന്ന ഈ താഴത്തേക്ക് പിന്നെ കുറച്ച് ഇത്ര വരെയൊക്കെ എൻ്റെത് ഓൾമോസ്റ്റ് എൻ്റെ നോർമൽ ഹെയറും പിന്നെ ഇങ്ങോട്ടേക്കാണ് ഈ ട്രീറ്റഡ് ഹെയറും വരുന്നത്. അപ്പം പിന്നെ എനിക്ക് എന്താക്കി, കുറച്ചും കൂടി ഒന്ന് ഹെയർ ഒന്ന് ഗ്രോ ചെയ്യുന്നുണ്ട് എന്ന് കണ്ടപ്പം ഞാൻ എന്താക്കി, വീണ്ടും ഹെയർ കട്ട് ചെയ്തപ്പം വീണ്ടും ആ ഇതുവരെ ഇവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടായ ഹെയർ ഉണ്ടല്ലോ അതിൻ്റെ കുറച്ച് ഭാഗം വരെ എന്താക്കി, പിന്നെയും ഈ ട്രീറ്റഡ് ഹെയർ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു. ഇതിന് മുന്നേ ഈ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഈ ഷോർട്ടാക്കിയ സമയത്താണെങ്കിലും ഈ ഡിഫറൻസ് മനസ്സിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ തന്നെ ബ്ലോ ഡ്രൈ അല്ലെങ്കിൽ എന്താക്കും, ഞാൻ ഹെയർ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ മാത്രം ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കും, അതൊന്ന് ഈവൺ ഔട്ട് ചെയ്യാൻ. അല്ലെങ്കിൽ ഞാൻ കേൾ ചെയ്ത് കൊടുക്കും. കേൾ ചെയ്യുമ്പോൾ വല്ലാണ്ട് മനസ്സിലാവില്ലായിരുന്നു ഈ ഒരു ഡിഫറൻസ്. സ്ട്രെയിറ്റനിങ് ചെയ്യുമ്പോഴാണെങ്കിലും വലിയ ബോറില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഓഫീസിൽ പോണ സമയത്തൊക്കെ. അങ്ങനെ ഞാൻ എന്താക്കി, ആദ്യം ഒരു വട്ടം കട്ട് ചെയ്തു, അപ്പം പകുതി മുക്കാ ഭാഗത്തോളം ട്രീറ്റഡ് ഹെയർ പോയി. അതിനുശേഷം ഞാൻ വീണ്ടും കുറച്ച് മാസം, ഒരു 6 months അങ്ങനെ എങ്ങാനും കഴിഞ്ഞ സമയത്ത് വീണ്ടും ഞാൻ ഹെയർ കട്ട് ചെയ്ത്. അപ്പം പിന്നെ ഒരു കുറച്ച് 2-3 ഹെയർ സ്ട്രാൻഡ്സും കുറച്ച് ഭാഗം മാത്രമാണ് ഈ ട്രീറ്റഡ് ഹെയർ. ഈ ട്രീറ്റഡ് ഹെയർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്കിങ്ങനെ മാറി നിൽക്കും, വേറെ രീതിക്ക് തന്നെ നിൽക്കും ഈ ഒരു ഹെയർ. അങ്ങനെ വന്നപ്പോൾ ഞാൻ നാട്ടിൽ ഇപ്രാവശ്യം
കല്യാണത്തിന് വന്ന സമയത്ത്, കസിൻ്റെ കല്യാണത്തിന് വന്ന സമയത്ത് വീണ്ടും ഞാൻ പോയിട്ട് എന്താക്കി ഹെയർ കട്ട് ചെയ്ത് കൊടുത്ത്. അപ്പം എന്താക്കി ഫുള്ളി ആ ട്രീറ്റഡ് ഹെയർ മൊത്തത്തിൽ പോയി ബാക്ക് ടു മൈ നോർമൽ ഹെയർ ആയിട്ട് കിട്ടി. ഇതാണ് എൻ്റെ ഒരു ട്രീറ്റഡ് ഹെയറിൻ്റെ സ്റ്റോറി. ഇപ്പം എൻ്റെ ഹെയറിൽ ഒരു 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 സ്ട്രാൻഡിൽ പോലും ട്രീറ്റഡ് ഹെയറിൽ നോർമൽ എൻ്റെ ഹെയർ ആണ്. ഇനി ഞാൻ ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കുമോ, സ്ട്രെയിറ്റനിങ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇതൊരു ഡോക്ടറെ അടുത്ത് അന്വേഷിച്ചു. വിച്ച് ഹെയർ ട്രീറ്റ്മെൻറ്റ് ഇസ് ഗുഡ് ഫോർ ഹെയർ, അതായത് ഹെയർ ഡാമേജ് അല്ലെങ്കിൽ നമുക്കിനി ഒതുങ്ങി നിൽക്കണം എന്നാണെങ്കിൽ ഏതാണ് പ്രിഫർ ചെയ്യുക ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ബൊട്ടോക്സ് ആണെങ്കിലും ശരി, അതിനും കെമിക്കൽസ് ഉണ്ട് എന്നാണെങ്കിൽ പോലും ബൊട്ടോക്സ് ആണ് കുറച്ചും കൂടി ഹെൽത്തിയും അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുന്നതും. പിന്നെ എനിക്ക് പറയാനുള്ളത്, എവിടെ നിന്നാണോ നിങ്ങൾ ചെയ്യുന്നത്, ഏത് പ്രൊഡക്റ്റാണോ യൂസ് ചെയ്യുന്നത്, അതായത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് 100 രൂപയ്ക്കോ അല്ലെങ്കിൽ ഒരു 1000 രൂപയ്ക്കോ നിങ്ങൾക്ക് സാധാ സ്ഥലത്ത് പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഈ ഒരു ട്രീറ്റ്മെൻറ്റ്സ്. അതിനുണ്ടാവുന്ന ഭവിഷ്യത്ത് അല്ലെങ്കിൽ അതിനുണ്ടാവുന്ന പ്രോബ്ലംസും അതിനനുസരിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ട് പൈസ നോക്കിയിട്ട് നമ്മൾ എന്താ പറയുക, നമ്മൾ കൊടുക്കുന്ന ഹെയറിൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് കുറയ്ക്കുകയാണെങ്കിൽ ശരിക്കും ഒരു നോർമൽ ഹെയറിന് ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ 8000 10,000 അതിൻ്റെ ഒക്കെ അടുത്ത് വരുന്നുണ്ട്. നല്ല സലൂണിൽ പോയിട്ട് നല്ല പ്രൊഡക്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അതല്ലാണ്ട് പൈസ കുറച്ച് ഏതെങ്കിലും സാധാ സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ഹെയറിൽ ചെയ്ത ട്രീറ്റ്മെൻറ്റ് മുടി വളരുന്നതിനനുസരിച്ചിട്ടുള്ള വലിയ ആ ഒരു ഇതല്ലാണ്ട് ഹെയർ ഫോളോ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ സ്പ്ലിറ്റൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഞാൻ നല്ലൊരു സലൂണിൽ പോയതിനെ കൊണ്ടാണ്. അതേസമയം ഞാൻ ഈ പൈസ നോക്കി കമ്പാരിറ്റീവ്ലി കുറച്ച് കുറഞ്ഞ സ്ഥലത്ത് പോയിരുന്നെങ്കിൽ വളരെ മോശമാവും. ഞാൻ ഇങ്ങനെ ചെയ്തത് ഈ ഒരു എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് എന്നല്ല, വേറെ പല ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ട് ഭയങ്കര എന്താ പറയുക ഡിസാസ്റ്റർ ആയിട്ടുള്ള ആൾക്കാരെ ഹെയർ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ ഫീൽ സോ ബാഡ് ഫോർ ദം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊന്നും ആവാണ്ടിരുന്നത് ഞാൻ നല്ല സലൂണിൽ പോയി. നിങ്ങൾക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഇല്ലാണ്ട് നമ്മളെ ലുക്ക്, ഒരാളെ ലുക്കിൻ്റെ മേജർ ഒരു ഘടകമാണ് നമ്മളെ ഹെയർ എന്ന് പറയുന്നത്. അത് ഒരിക്കലും നശിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പറ്റുന്നിടത്തോളം നല്ല സ്ഥലത്ത് സേവ് ചെയ്ത് വെച്ച് പൈസ സേവ് ചെയ്ത് എന്നിട്ടൊരു നല്ല സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും, ഏതൊരാൾക്കും ആഗ്രഹങ്ങളുണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കണം, നമ്മൾ ഹെയർ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ചെയ്ത് നോക്കുക. ഇഫ് ഇറ്റ് ഈസ് ഗുഡ് ഫോർ യു, കീപ് ഗോയിങ്. ചില ആൾക്കാർ റൂട്ട് ടച്ചപ്പ് ചെയ്ത് കൊടുക്കും, വീണ്ടും അതന്നെ ചെയ്ത് കൊടുക്കും, ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് പോണവരുണ്ട്. ഈ ഒരു ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ കെയർ ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ നല്ല പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക, നല്ല ഷാംപൂ കണ്ടീഷണർ അതിന് പറ്റുന്നത് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ്സ് ആണ്, ചെയ്തോളൂ. എന്നെപ്പോലുള്ള ആൾക്കാർക്ക് ചിലപ്പം അതെനിക്ക് വേണ്ട, ആ ഒരു ഭംഗികേടാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ചെയ്തൊരു കാര്യം കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഞാൻ ചെയ്ത ട്രീറ്റ്മെൻറ്റിൻ്റെ എൻ്റെ ഒരു ഡീറ്റെയിൽ, ഞാൻ എങ്ങനെ അത് എൻ്റെ ഹെയറിന് പോക്കി എന്നുള്ളതുമാണ് ഇതുവരെ പറഞ്ഞത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറെ വീഡിയോ കാണുന്നവരെ